അടുത്ത റിപ്പോർട്ടിലേക്കാണ്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിൽ മെല്ലെപ്പോക്ക്. സർക്കാർ പ്രഖ്യാപിച്ച 45 ദിവസത്തെ കാലാവധി കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായപ്പോൾ 50% താഴെ പരാതികൾ മാത്രമാണ് പരിഹരിക്കപ്പെട്ടത്. പരാതികളിൽ 2 ആഴ്ചക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളിൽ ജില്ലാ ഓഫീസർമാർ വകുപ്പ് തല മേധാവി മുഖേന റിപ്പോർട്ട് സമർപ്പിക്കും. ഇത്തരം പരാതികൾ 45 ദിവസത്തിനകം തീർപ്പാക്കും. നവകേരള സദസ്സ് തുടങ്ങിയ ഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനമാണിത്. പരാതി പരിഹരിക്കാൻ പരമാവധി 45 ദിവസം, മുഴുവൻ പരാതികളും തീർപ്പാക്കും. നവകേരള സദസ്സിന്റെ പര്യടനം ആദ്യം പൂർത്തിയായ കാസർഗോഡ് ജില്ലയിലെ പരാതി പരിഹാരത്തിന്റെ സ്ഥിതി പരിശോധിക്കാം. 5 മണ്ഡലങ്ങളിലായി ആകെ ലഭിച്ചത് 14,704 പരാതികൾ. 45 ദിവസം കഴിഞ്ഞപ്പോൾ പരിഹാരമായത് 5,917 പരാതികളിൽ, അതായത് തീർപ്പാക്കിയത് 50% താഴെ മാത്രം. 4,715 പരാതികൾ അന്തിമഘട്ടത്തിലാണെന്നും 4,072 പരാതികൾ വിവിധ വകുപ്പുകളുടെ പരിഗണനയിലാണെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. എന്തായാലും പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ അതിവേഗ നടപടിയെന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പിലായിട്ടില്ല. താരതമ്യേന കുറവ് പരാതികൾ ലഭിച്ച കാസർഗോഡ് ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റിടങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. വിവാദങ്ങളും കോലാഹലങ്ങളും ഒരു വശത്തുണ്ടെങ്കിലും ലഭിച്ച പരാതികൾക്ക് എങ്ങനെ പരിഹാരം കാണുന്നുവെന്ന് അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും നവകേരള സദസ്സിന് പൊതുജനങ്ങൾ മാർക്കിടുക. കാസർഗോഡ് നിന്നും വിജീഷ് അണങ്കൂറിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. ഗവൺമെന്റ് പിടിപ്പിക്കട വേറെന്താ ഇന്ന് പറയാനുള്ളത്? ഗവൺമെന്റ് ഇതിന് പരാതി അനുസരിച്ചിട്ട് നല്ല രീതിയിൽ ഇതിനെ പരിഹരിക്കണം. വാക്ക് പാലിക്കൽ വളരെ കുറവാണ്. പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം കൂട്ടും, പിന്നെ അതുപോലെ തന്നെ കെട്ടിക്കിടക്കും. ഗവൺമെന്റ് പരിഹരിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. പറഞ്ഞതുപോലെ ചെയ്യണ്ടേ? അത് തെറ്റ് തന്നെ. അത് ഒരു ഭാഷാമാർക്ക് പണിയെടുക്കാൻ കഴിയാത്ത ആൾക്ക് പെൻഷനല്ല വേണ്ടി, അതില്ല. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ല, കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞമ്മ ഒരാളെ ഒരു മന്ത്രിയാക്കിയിട്ട് വിടുന്ന എന്നിട്ട് ഞമ്മക്ക് ഉപകാരം കിട്ടണ്ടേ? ഞമ്മ രാത്രിയും പകലും ഏത് പാർട്ടിയാട്ട് ഞമ്മ രാത്രിയും പകലും വോട്ടിന് ചോദിച്ചിട്ടും വോട്ട് ഇടിച്ചിട്ടും അതിലെ പാഞ്ഞിട്ട് ജയിപ്പിച്ചിട്ടാ പിന്നെ ഞമ്മക്കല്ല സൊലോട്ട് ചെയ്യേണ്ടവർ. ഇത് നമ്മൾ അവർ വരുമ്പോൾ സൊലോട്ട് സ്പീഡാക്കണ്ടേ, ഇനി അത് സ്പീഡാക്കുന്നില്ല. ഒരു ഇവിടുത്തെ പാവങ്ങളെ ജനങ്ങളെ കാണണല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ബോധ്യപ്പെടുത്തണല്ല, അതൊന്നും ബോധ്യപ്പെടുന്നില്ല. അതാണ് ഉത്തരവാദിത്തമില്ലായിട്ടാണ് പരിഹരിച്ചെന്ന് പറയുന്നത്. എന്ത് പരിഹരിച്ചത് അവർക്കേ അറിയും, നമുക്കറിയില്ല. അവർ പറയുന്നതല്ല പരിഹരിച്ചത്. ഗവൺമെന്റിൽ എന്തെങ്കിലും വേണ്ട ഈ വേഗത്തിലാക്കണമെങ്കിൽ അതിൻ്റെ മുമ്പ് പോകുന്നതാണ്. ഇപ്പം ഞങ്ങൾക്ക് 5 മാസം പെൻഷൻ ഇനിയും തരാനുണ്ട്. പെൻഷനില്ല, ഒരു മാത്ര ഗുളിക വാങ്ങാൻ അതിന് ആശുപത്രിക്ക് ചെലവിനാന്നില്ലായി. പരിഹരിച്ച് വേഗം ഇതെല്ലാം കൊടുക്കണ്ടല്ല. നമ്മളെ തൊട്ടടുത്ത തമിഴ്നാടോ കർണാടക എല്ലാം എന്ത് സാറുണ്ട് പരാതി വൈകിട്ട് മുടക്കിയത് വീട് വലുതിൻ്റെ ആ വീട് വലുതിൻ്റെ ആൾക്കെല്ലാം കൊടുക്കുന്നേടാ, നമുക്ക് മാത്രം കിട്ടുന്നില്ല.